ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് നേരിട്ടൊരു വീഡിയോ എടുക്കാം അല്ലേ. വലിയ വീഡിയോ ഒക്കെ ഇടാനായിട്ട് ടൈം കിട്ടുന്നില്ല. ഷോർട്സ് ഇടുന്നുണ്ട്, നിങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇന്ന് എൻ്റെ ജന്മദിനം ആയതുകൊണ്ട് നിങ്ങളെ എല്ലാവരും ഒന്ന് നേരിട്ട് കണ്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് ജീവിതത്തിൽ പ്രയോജനപ്രദമാകുമെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ദൈവം ഒരു വർഷം കൂടി തന്നിരിക്കുന്നു. ദൈവം തന്ന ഈ ഒരു ലൈഫ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് എനിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ദൈവത്തിനോട്, യൂണിവേഴ്സിനോട് ഒരുപാട് നന്ദി. ലൈഫ് ഇങ്ങനെയൊക്കെ ചേഞ്ചായി മാറുമെന്ന് ഞാൻ വിചാരിച്ചതേ അല്ല. ഇത് ദൈവത്തിൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് ഈ ജന്മത്തിലുള്ളൊരു നിയോഗമായിട്ട് കാണുന്നു. ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് ദൈവം എനിക്ക് നിയോഗിച്ചിരിക്കുന്ന ഒരു കർമ്മമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ ഒരുപാട് നന്ദിയുള്ളവളാണ്. യൂണിവേഴ്സിനോട് നന്ദി, ദൈവത്തിനോട് നന്ദി, ഏഞ്ചൽസിനോട് നന്ദി, നിങ്ങളോട് നന്ദി, എന്നെ കാണുന്ന ഓരോരുത്തരോടും നന്ദി. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. ചെറിയൊരു പനിയൊക്കെ ആയിരുന്നു, തൊണ്ടയിൽ ഒരു ചെറിയ സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതിനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫോളോവേഴ്സിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അധ്വാന ഫലത്തിന് പ്രതിഫലം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് നാളായിട്ട് ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നു അല്ലേ. ഒരുപാട് നാളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിലൊരു സക്സസ് വരുന്നില്ല, എന്നും ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. ഒരു മുന്നോട്ടൊരു സക്സസ് ഇല്ല, അല്ലെങ്കിൽ മുന്നോട്ട് അങ്ങോട്ട് നീങ്ങുന്നില്ല ലൈഫ് അല്ലേ. ഒരുപാട് കടങ്ങളും പ്രശ്നങ്ങളും പ്രോബ്ലം ഒക്കെയാണെന്നാണ് എല്ലാവരുടെയും പരാതി. അത് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ദൈവം സൊല്യൂഷൻ തരാൻ പോകുന്നത് നിങ്ങളുടെ നിങ്ങളുടെ അധ്വാനത്തിന് പ്രതിഫലം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ടോപ്പിക് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിക്കുക. നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്യുന്നു, എത്രമാത്രം അധ്വാനിക്കുന്നുണ്ടോ അതിനൊക്കെ പ്രതിഫലം ലഭിക്കും. നമ്മൾ കഠിനാധ്വാനം ചെയ്ത് നല്ല രീതിയിൽ അധ്വാനിക്കുമ്പോൾ നമുക്കതിന് പ്രതിഫലം ഉണ്ടാവും. നല്ല രീതിയിൽ അധ്വാനിക്കുന്ന, ജീവിതത്തിൽ അത്രയും എഫേർട്ട് ജീവിതത്തിൽ എടുക്കുന്ന വ്യക്തികളുടെ ലൈഫിൽ ഭാഗ്യങ്ങൾ വരും. ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങളത് വിശ്വസിക്കണം കേട്ടോ. കിട്ടിയില്ല എന്ന് പരാതി പറയാതെ കിട്ടും, എനിക്ക് കിട്ടും. ഒരിക്കൽ എൻ്റെ ലൈഫിലേക്കും സൗഭാഗ്യങ്ങൾ വരും, ദൈവം തരും. നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം കേട്ടോ. വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും എന്നാണ് കേട്ടോ ബൈബിൾ വാക്യം. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് തരും. ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നുണ്ട്, ഞാൻ അതുകൊണ്ട് എനിക്ക് ദൈവം തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം. നിങ്ങൾ കോൾ ചെയ്താൽ ഞാൻ എടുക്കില്ല, കാരണം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് കാത്തിരിക്കണം. നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ ഉടനെ എനിക്ക് വാട്സപ്പിൽ അത് നോക്കാൻ പറ്റുമെന്ന് വരില്ല. ഒരുപാട് പേരാണ്, നിങ്ങൾ ഒരു വ്യക്തി മാത്രമല്ല എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നത്, എന്നെ വിളിക്കുന്നത്. ഒരുപാട് പേരാണ് വിളിക്കുകയും മെസ്സേജ് ഇടുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജ് ഞാൻ നോക്കി റിപ്ലൈ തരും. അപ്പൊ എൻ്റെ ടൈമിനനുസരിച്ചിട്ട് ഞാൻ നോക്കി റിപ്ലൈ തരും. നിങ്ങൾ വിളിക്കുന്ന സമയം അല്ലെ വാട്സപ്പിൽ മെസ്സേജ് ഇടുന്ന സമയം ഞാൻ മറ്റൊരാളുടെ റീഡിംഗ് എടുത്തുകൊണ്ടിരിക്കുവാണെങ്കിൽ അത് കഴിയാതെ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടേച്ച് ഉടനെ എന്നെ വിളിക്കുകയാണ്. അപ്പൊ എനിക്ക് ഡിസ്റ്റർബൻസ് അല്ലേ അത്. അപ്പൊ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം, അത് അത്യാവശ്യമാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ കോള് ഞാൻ കട്ട് ചെയ്യുന്ന ഓർത്തിട്ട് നിങ്ങൾ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ വിളിക്കുന്നതിനേക്കാൾ നല്ലത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കാത്തിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും റിപ്ലൈ തരും. പേഴ്സണൽ റീഡിംഗ് എടുക്കും. പേഴ്സണൽ റീഡിങ്ങിന് ഫ്യൂച്ചർ അറിയുന്നതിന് ഫീസ് ഉണ്ട്, ഫ്രീ അല്ല കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസും പറഞ്ഞു തരും. പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടെങ്കിലും പറഞ്ഞുതരും. പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനാണ് വരുന്നെങ്കിൽ നിങ്ങൾ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനാണെന്ന് പറയണം. ഞാൻ നിങ്ങളോട് നിങ്ങൾ ഫ്യൂച്ചർ അറിയാനാണോ വന്നെന്നായിരിക്കും ചോദിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ പറയണം, എന്നാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾക്ക് കാർഡ് എടുക്കാം. അത് നമുക്ക് ഈ കാർഡ് എടുക്കാമേ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാമേ. നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറയുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കാത്തല്ലേ, ഒരുപാട് നാളായിട്ട് പ്രതിഫലം ഒന്നും ലഭിക്കുന്നതിന് പറഞ്ഞാൽ വളരെയധികം വിഷമത്തിലാണ്. നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് ഇരിക്കാനാണ് പറയുന്നത്.
ലവേഴ്സ്, ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, നൈറ്റ് ഓഫ് കപ്സ്, ഫോർ ഓഫ് കപ്സ്, എയ്റ്റ് ഓഫ് പെന്റക്കിൾസും ഉണ്ട്. ഇപ്പൊ നമുക്ക് ഫാസ്റ്റ് ചേഞ്ചസ്, പവർ, ഇൻവെസ്റ്റ്മെന്റ്, സ്പിരിച്വൽ വർക്ക്, ഇത്രയാണ് കാർഡ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ കാർഡ് ഞാൻ നേരെ വെക്കുകയാണ് കേട്ടോ, എനിക്ക് കാണാൻ വേണ്ടി. ഞാൻ കാർഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറയുന്നു. അതായത് നിങ്ങളുടെ ഹാർഡ് വർക്കിന് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുമെന്നാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് കിട്ടും. നിങ്ങൾ വിഷമിക്കാതെ സ്ട്രോങ് ആയിട്ട് ഇരിക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ഒന്നിനും ഒരു പ്രതിഫലം ലഭിക്കുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കഷ്ടപ്പാടിന് പ്രതിഫലം ലഭിക്കില്ലെന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ വളരെയധികം അത് സങ്കടത്തിലാണ്, അല്ലെങ്കിൽ അതിൽ ഫിയർ ആണ്, പേടിയാണ്. അപ്പൊ അതൊന്നും പാടില്ല, സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും സ്ട്രോങ് ആയിട്ട് ഇരിക്കാനാണ് പറയുന്നത്. നിങ്ങൾക്കത് ഈ ഒരു എനർജി വരും. എയ്റ്റ് ഓഫ് പെന്റക്കിൾസ്, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം ലഭിക്കും, നിങ്ങളുടെ കഷ്ടപ്പാടിന് പ്രതിഫലം ലഭിക്കാൻ പോവുകയാണ്. എയ്റ്റ് ഓഫ് പെന്റക്കിൾസ്, നിങ്ങൾ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറാൻ പോകുന്നു. ഒന്നുകിൽ ഒരു നല്ല ലേഡിയുടെ എനർജി ആയിരിക്കാം. ആണുങ്ങൾ എപ്പോഴും പിന്നെ ജോലി ചെയ്ത് ഏൺ ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് പറയുന്നത് ലേഡിയുടെ എനർജി പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏൺ ചെയ്യുന്ന ലേഡീസ് വളരെ കുറവല്ലേ. അപ്പൊ ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏൺ ചെയ്യുന്ന ലേഡിയുടെ എനർജിയാണ്. നല്ല രീതിയിൽ ഏൺ ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്താ പറയാ, കരിയറിൽ നല്ല നിലയിൽ എത്തിയിട്ടുള്ള ഫൈനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്ന ഒരു ലേഡിയായി മാറാൻ പോകുന്നു നിങ്ങളെന്നാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലേഡീസിന്റെ എനർജിയാണ് കൂടുതലായിട്ട് കാണുന്നത്. ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡ് ഫാമിലിയിൽ ഒരു ശ്രദ്ധയില്ലാത്ത വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിട്ട് നിങ്ങൾ ഡിവോഴ്സ് ആയിരിക്കാം, ഹസ്ബൻഡ് മരിച്ചുപോയി, അങ്ങനെയൊക്കെ ഒറ്റയ്ക്കായിരിക്കും. നല്ല കുടുംബം നോക്കേണ്ട വ്യക്തിയായിരിക്കും നിങ്ങൾ. അതായത് നിങ്ങളുടെ കുട്ടികളെ നോക്കേണ്ട, നിങ്ങളുടെ കുടുംബം നോക്കേണ്ട വ്യക്തിയായിരിക്കും നിങ്ങൾ. അതായിരിക്കും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല എന്ന സങ്കടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സമയം വരും. ഇൻഡിപെൻഡന്റ് ആയിട്ട് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ഒരു ലേഡിയുടെ എനർജി വരും. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കൊരു ക്യൂൻ ഓഫ് പെന്റക്കിൾസ് വരും. അതായത് കിങ് ഓഫ് പെന്റക്കിൾസും ഉണ്ടാവും, ക്യൂൻ ഓഫ് പെന്റക്കിൾസും ഉണ്ടാവും. നിങ്ങൾ ജെൻസ് ആണ്, നിങ്ങൾക്കൊരു കിങ് ഓഫ് പെന്റക്കിൾസ് എനർജി, അതായത് നിങ്ങൾക്കൊരു റിച്ച് എനർജി ഉണ്ട്. കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ പെന്റക്കിൾസിന്റെ രാജാവ്, പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ പണം. അപ്പൊ നിങ്ങൾക്കൊരു റിച്ച് എനർജി ഉണ്ട്. നിങ്ങൾക്ക് ഒരു സാമ്പത്തികത്തിന്റെ പൂർത്തീകരണം കാത്തിരിക്കുന്നുണ്ട്, നിങ്ങളെ തേടി വരുന്നുണ്ട്. അതുപോലെ ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, നിങ്ങൾ ലേഡി ആണെങ്കിൽ നിങ്ങളോട് ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ലേഡി ആണെങ്കിൽ നിങ്ങളൊരു രാജ്ഞി, പണത്തിന്റെ ഒരു രാജ്ഞിയാകാൻ പോകുന്നു. അതായത് ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കാൻ പോകുന്നു, ഒരു റിച്ച് ലേഡി ആകാൻ പോകുന്നു. നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നിങ്ങൾ കിങ് ഓഫ് പെന്റക്കിൾസ്, നിങ്ങൾ ഒരു ധനികനാകാൻ പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ആരൊക്കെയോ വരാൻ പോവാണ്. ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല, വരില്ല എന്ന് പറഞ്ഞിരിക്കില്ല. ആരെന്ത് ആഗ്രഹിച്ചാലും യൂണിവേഴ്സ് അത് തരും. നമ്മൾ വേണമെന്ന് ആഗ്രഹിച്ചാൽ യൂണിവേഴ്സ് അത് തരും. വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വെറുതെ ഇരുന്നാൽ കിട്ടില്ല. എനിക്ക് ലോട്ടറി ഒരു പണി എടുക്കാതെ പലരും നിന്റെ അടുത്ത് റീഡിങ്ങിന് വരുന്ന ആളുകളാണേ, എവിടുന്നോ വലിയ ഫണ്ടൊക്കെ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു പണി എടുക്കാതെ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഫണ്ട് വരുമ്പോൾ ഞാൻ റിച്ച് ആവും എന്ന് പറയാം. വെറുതെ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ഫണ്ട് വരുമോ? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ ഒരു ലോട്ടറി അടിക്കില്ല, ഒരിടത്തുനിന്നും ഫണ്ട് വരില്ല. ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ദൈവം തരത്തുള്ളൂ, അല്ലെങ്കിൽ യൂണിവേഴ്സ് തരത്തുള്ളൂ. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മുടെ ലൈഫിൽ. അല്ലാതെ ഒന്നും ചെയ്യാതെ എനിക്ക് വരും, ഞാൻ റിച്ച് ആവും, ഞാൻ വലിയ പണക്കാരിയാവും എന്ന് പറഞ്ഞ് വെറുതെ കാത്തിരുന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ വരില്ല, കിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാണ്, കിട്ടില്ല. നിങ്ങൾ വെറുതെ ഇരിക്കാതെ ജോലി ചെയ്യണം. ജോലി ചെയ്തെങ്കിൽ മാത്രമേ കിട്ടൂ. നിങ്ങൾ കരിയർ അന്വേഷിക്കുക, ജോലി അന്വേഷിക്കുക, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുൻപിൽ വരും. നിങ്ങൾ ആദ്യമേ തന്നെ ചാടിക്കറി വലിയ ജോലിയിലേക്കൊന്നും പോകണ്ട, ചെറുത് നിങ്ങൾ കിട്ടുന്നതിൽ സ്റ്റാർട്ട് ചെയ്യാം. പടിപടിയായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഉയർന്നു വരാൻ പറ്റും. കാരണം നിങ്ങൾക്കൊരു സ്വപ്നം കൂടെ ഉണ്ടായിരിക്കണം, എനിക്ക് ഉയർച്ചയിൽ എത്തണം എന്നുള്ളൊരു സ്വപ്നം കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള എനർജിയില് ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, ഇതുപോലെ എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് എന്നൊക്കെയുള്ള ലെവലിലേക്ക് എത്താൻ പറ്റും.
പിന്നെ നിങ്ങളുടെ ലൈഫിൽ പുതിയ തുടക്കം വരുന്നുണ്ട്. ഒരുപാട് പേരുടെ ലൈഫിൽ പുതിയ തുടക്കങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ആകാൻ പോവാണ്. ചിലരുടെ ലൈഫിൽ ഒരു പൊട്ടിത്തെറി സംഭവിക്കാൻ സമയമായിട്ടുണ്ട്. നിങ്ങളൊരു ഫാമിലി ലൈഫിലാണെങ്കിൽ ഒരുപാട് നാളായിട്ട് പ്രശ്നങ്ങളിൽ ഇങ്ങനെ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു പൊട്ടിത്തെറി സംഭവിക്കാൻ സമയമായിട്ടുണ്ട്. ആ പൊട്ടിത്തെറിയോടുകൂടി നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കമാണ്. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുപാട് പ്രോബ്ലത്തിൽ ഒരുപക്ഷെ നിങ്ങളൊരു വൈഫായിരിക്കാം, ഒരു ഹസ്ബൻഡ് ആയിരിക്കാം. നിങ്ങൾ ഹസ്ബൻഡിനെ സഹിച്ച് മടുത്തിട്ടുണ്ടായിരിക്കാം. കുടിയും ഇടി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ജോലിക്ക് പോവില്ല, സംശയങ്ങൾ അങ്ങനെയാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടുകാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ നിങ്ങൾ സഹിയിട്ട് നിങ്ങൾ എന്താണ് അവിടെ ഒരു പൊട്ടിത്തെറി സംഭവിക്കുമ്പോൾ, അതായത് നിങ്ങൾക്കൊരു ഫ്രീഡം ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു. ഒരുപക്ഷെ തിരിച്ചു ആവാം. നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ കൊണ്ട് പൊറുതിമുട്ടി, അല്ലെങ്കിൽ വൈഫിന്റെ വീട്ടുകാരിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ വൈഫിൽ നിന്നും അനുഭവിച്ചിട്ട് അവിടെ സഹിക്കാൻ വയ്യാതെ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഒരു പൊട്ടിത്തെറി അവിടെ സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു. അപ്പൊ ജെൻസ് ആൻഡ് ലേഡീസ് രണ്ടുപേരും ഇട്ടിട്ട് പറയുന്നത്. അങ്ങനെയുള്ള എനർജിയിലിരിക്കുന്ന ആരോടൊക്കെയാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ കുറെ നാളെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ലൈഫിലാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ടോ. അതുപോലെ ആ രീതിയിലുള്ള ഒരു കാർമിക് റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരു പൊട്ടിത്തെറി സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ ആ ഒരു ലൈഫിൽ. ആ ലവ് ലൈഫിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫാമിലി ലൈഫ് ആണെങ്കിൽ അങ്ങനെ. സഹിച്ച് മതിയായിട്ട് അവിടെ പൊട്ടിത്തെറി, അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത്രയും നിങ്ങൾ സഹിച്ചങ്ങ് മടുത്തു. അപ്പൊ അതോടുകൂടി നിങ്ങൾക്ക് ഒരു ഫ്രീഡം ലഭിക്കുകയാണ്. നിങ്ങൾ ഫ്രീ ആകാൻ പോവാണ്. രണ്ടുപേരും സെപ്പറേറ്റഡ് ആകാൻ പോകുന്ന ഒരു എനർജി ആരുടെയൊക്കെ ലൈഫിൽ കാണുന്നുണ്ട്. അതങ്ങനെ സംഭവിക്കേണ്ടതായതുകൊണ്ടാണ് സംഭവിക്കേണ്ടതായതുകൊണ്ട് സംഭവിക്കേണ്ടതുണ്ട്. അങ്ങനെ ചില കുടുംബങ്ങളിൽ സംഭവിക്കേണ്ടതുണ്ട്. കാരണം ആ ഒരു അഗ്നിപർവ്വതത്തിൽ കിടന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ ഇങ്ങനെ അങ്ങ് നീറി പുകയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ പുകഞ്ഞിരിക്കേണ്ടത് ആവശ്യമില്ല. നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കൂ. അങ്ങനെയാണ് എനിക്ക് ചിലരോട് പറയാനുള്ളത്. അങ്ങനത്തെ ഒരു എനർജിയൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ അവിടെ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കാത്തതിന്റെ കാരണവും അവിടെയാണ്. നിങ്ങൾ അവിടെ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നു, ഒരുപാട് കഷ്ടപ്പെടുന്നു. ആ കഷ്ടപ്പാടിന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാത്തതിന്റെ കാരണം നിങ്ങൾ അങ്ങനെ കെട്ടപ്പെട്ട ഒരു അവസ്ഥയിലായതുകൊണ്ടാണ്. ആർക്കൊക്കെ വേണ്ടി അടിമപ്പണി ചെയ്യുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അല്ല, നിങ്ങൾക്ക് അവിടെ ഒരു വാല്യൂ ലഭിക്കുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ഒരു വാല്യൂ ലഭിക്കുന്നില്ല. നിങ്ങൾ അവിടെ ഒരു ഒരു അടിമയെ പോലെ പണിയെടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി. അവിടുന്ന് രക്ഷപ്പെടുന്നത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കത് പറ്റുന്നില്ല. അതെന്താ പറ്റാത്തതിന് കാരണം എന്താണെന്നറിയുമോ? നിങ്ങൾക്ക് ഭയമായതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ അതിനെ തരണം ചെയ്ത് ആ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുക, പേടിക്കാൻ പാടില്ല. സ്ട്രോങ് ആയിട്ട് ഇരിക്കാനാണ് പറയുന്നത്. ഏത് പ്രശ്നത്തിൽ നിന്നും നിങ്ങൾ പേടി കൂടാതെ രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുന്നത്. പേടി പാടില്ല. എന്തിനാണോ നിങ്ങളെ പേടിപ്പിച്ച നിങ്ങൾ പേടിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ നിങ്ങളെ പേടിപ്പിക്കുന്നത്. നിങ്ങൾ പേടിക്കില്ല എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് രക്ഷപ്പെടാം. ആരും നിങ്ങളെ പേടിപ്പിക്കാൻ വരില്ല. അങ്ങനെയാണ് ഇവിടെ ചിലരോട് പറയുന്നത് കേട്ടോ. അങ്ങനെ നിങ്ങൾ ആ ഒരു കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട ചില വ്യക്തികളെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏൺ ചെയ്ത് നല്ല നിലയിലെത്തും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ അതായത് നിങ്ങൾ ആ ഒരു ഫാമിലി ലൈഫിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുകയാണ്. അവിടെ നിങ്ങൾക്ക് വയ്യാതായി, നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുകയാണ്. അപ്പോഴായിരിക്കും നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യാനായിട്ട് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ല ജോലിയൊക്കെ ഉണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളുടെ ജോലി കളഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളുടെ ഹസ്ബൻഡ് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. വീട്ടില് നിങ്ങൾ അടിമപ്പണി, വീട്ടിൽ അടുക്കള ജോലി, കൊച്ചുങ്ങളെ നോട്ടായിരിക്കും. നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കും. നിങ്ങൾ ജോലി ചെയ്യാൻ നിങ്ങളുടെ ഹസ്ബൻഡ് സമ്മതിക്കാത്തായിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് ജോലി വേണം, ഇവിടുന്ന് രക്ഷപ്പെടണം. അങ്ങനെ നിങ്ങളൊരു ജോലിയിലേക്ക് കടക്കാൻ പോകുന്നു. നിങ്ങളൊരു ജോലി കണ്ടെത്താൻ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായപ്പോഴേക്കും നിങ്ങളെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ വീട്ടുകാരുടെ തെറ്റാണ്. നിങ്ങൾ നല്ല വിദ്യാഭ്യാസം വീട്ടുകാരെ തന്നിട്ട് നിങ്ങൾക്കൊരു ജോലി ആകാതെ നിങ്ങളെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീട്ടുകാരെ ചെയ്ത തെറ്റാണ്. അപ്പൊ ആ തെറ്റിന്റെ ഫലം അനുഭവിക്കുന്ന നിങ്ങളാണ് അല്ലേ. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ആ ഒരു കാർമിക റിലേഷൻഷിപ്പ്, ഫാമിലി ലൈഫിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങളൊരു ജോലി അന്വേഷിക്കാൻ പോകുന്നു. അതിനോട് നിങ്ങൾക്കൊരു ജോലി കിട്ടി നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആകാൻ പോകുന്നു. നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പോകുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്കൊരു ലേഡി ജീവിച്ചെന്നോ അല്ലെങ്കിൽ മക്കളോടൊപ്പം ഒരു സ്ത്രീ തനിച്ച് ജീവിച്ചെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ജീവിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുക. മനുഷ്യനല്ല വിശ്വസിക്കേണ്ട, ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത്. ദൈവത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവം കാത്തോളും. നിങ്ങളെ പൊന്നുപോലെ നോക്കും ദൈവം. നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കും. നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ.
ഇവിടെ ചില വ്യക്തികൾ നിങ്ങളുടെ ലവറിനെ കാത്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിയെ നഷ്ടപ്പെട്ടതോർത്ത് കാത്തിങ്ങനെ ഇരിക്കുകയാണ്. എന്ന് വരും നോ കോണ്ടാക്റ്റ് ആണ്, എന്ന് തിരികെ വരും എന്നോർത്ത് കാത്തിരിക്കുകയാണ്. ചിലർ ഈ കാത്തിരിക്കുന്ന വ്യക്തികൾ നിങ്ങളെ വിട്ടുപോയി, അവർ നിങ്ങളെ ഒന്നും പറയാതെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയതാണ്, നോ കോണ്ടാക്റ്റ് ആണ്. എന്നിട്ട് നിങ്ങൾ കാത്തിങ്ങനെ ഇരിക്കുക, വരുമോ എന്ന് ചോദിച്ചോണ്ട്. അപ്പൊ നിങ്ങളോട് അവർക്ക് സത്യസന്ധമായ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ അവർക്ക് പറ്റുമോ? അവർ വരില്ലേ? അവർ വരേണ്ടപ്പം വന്നോളും. ഇപ്പം ചിലർ പറയുന്നുണ്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, എന്നോട് ആത്മഹത്യ, എൻ്റെ വ്യക്തി തിരികെ വന്നില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യണം എന്ന് വരെ പറയുന്നവരാ. എനിക്ക് അയാളില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അയാളില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യണം എന്ന് വരെ പറയുന്നവരാ ഉള്ളത്. ആ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് തിരികെ വന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നെന്ന് പറയുന്നവരോട് എന്ത് പറയാനാ? അവർ ആത്മഹത്യ ചെയ്യുന്നതല്ലേ നല്ലത്? അവർക്ക് അവരോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടോ? ഏതോ ഒരു വ്യക്തി വന്നെങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ വ്യക്തി ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ എന്താണ് പറയാ? അപ്പൊ അവര് സ്വന്തം അവരവരെ സ്നേഹിക്കുന്നുണ്ടോ? അവരെന്ന ആ വ്യക്തി, ആ പറയുന്നത് ആരാണെങ്കിലും അവരെ സ്നേഹിക്കുന്നില്ല. ഒരുപക്ഷെ ഇവർ ആ കാത്തിരിക്കുന്ന വ്യക്തി മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിരിക്കുകയായിരിക്കും, മറ്റൊരു വ്യക്തിയെ തേടി പോയതായോ, അല്ലെങ്കിൽ മാരേജിലേക്ക് മാരേജ് കഴിഞ്ഞു പോയെന്ന് അറിഞ്ഞിട്ടും അവരെ കാത്തിരിക്കുന്നവരുണ്ട്. മറ്റൊരു ഫാമിലി ലൈഫിലേക്ക് പോയിട്ടും പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തിനാണ് ആ ഫാമിലി ലൈഫിൽ പ്രോബ്ലം ഉണ്ടായി ഇവരെന്തെങ്കിലും തിരിച്ചു വരുമെന്ന് വെച്ചാണോ ഈ കാത്തിരിക്കുന്നത്? അതെന്ത്, വേറെ ആൾക്കാരെ ഒന്നും ഇവർക്ക് കിട്ടില്ല, വേറെ ഈ ലോകത്തെ പെണ്ണുങ്ങളും ആണുങ്ങളൊന്നും ഇല്ല ഇവർക്ക് കല്യാണം കഴിക്കാൻ ഞാൻ ആലോചിക്കാറുണ്ട്. നല്ല ഉപദേശം കൊടുത്ത് വിടാറുണ്ട് ഞാൻ പലർക്കും. കാത്തിരിക്കുന്ന എന്തിനാണ്? അങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യം എന്താണ്? ഇവർക്ക് ആ വ്യക്തി പോയെങ്കിൽ അവർ നല്ലൊരു മാരേജ് ലൈഫിലേക്ക് പോയെങ്കിൽ അവർ പോട്ടെ. ഇവരെ വേണ്ടാഞ്ഞിട്ടല്ലേ പോയത്. അപ്പൊ ഇവരെന്തിനാണ് കാത്തിരിക്കുന്നത്? ഇവർക്ക് മറ്റൊരു മാരേജ് അല്ലെങ്കിൽ മറ്റൊരാളെ കണ്ടെത്തിക്കൂടെ എന്നാണ് ഞാൻ അവരോട് ചോദിക്കാറുള്ള പലരോട്. അപ്പൊ അങ്ങനെ കാത്തിരിക്കുന്ന പല വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് പറയുന്ന പുതിയൊരു ലവിലേക്ക് പോകാൻ പറയുന്നുണ്ട്. ലവേഴ്സ്, നിങ്ങൾക്കായിട്ട് ദൈവം കണക്റ്റഡ് ആക്കിയിരിക്കുന്ന ഒരു വ്യക്തി വരും. ട്രൂ ലവ്, ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും. നിങ്ങളൊരു ലവിലേക്ക് പോകാൻ പറയുന്നുണ്ട്. നല്ലൊരു ബന്ധം നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ദൈവം കണക്റ്റഡ് ആക്കിയിരിക്കുന്ന ഒരു വ്യക്തി വരും. ആ ഒരു വ്യക്തിയിലേക്ക് പോകാൻ നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. ദൈവം നിങ്ങളോട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ആ ഒരു ദൈവം നിങ്ങൾക്കായിട്ട് കരുതിയിരിക്കുന്ന ആ ഒരു ബന്ധം നിങ്ങളെ തേടി വരും. ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു മാരേജ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അല്ലെങ്കിൽ പുതിയൊരു ലവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ ആയിരിക്കാം. ആ പ്രപ്പോസൽ നിങ്ങൾക്ക് മാരേജിലേക്ക് എത്തും എന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ദൈവം തരുന്ന ഓരോരോ നിങ്ങളുടെ അധ്വാനത്തിനുള്ള പ്രതിഫലം എന്ന് പറയാനുള്ളത്. പണം മാത്രമല്ല നിങ്ങളുടെ അധ്വാനത്തിന്റെ പ്രതിഫലം. നിങ്ങൾ നല്ലൊരു വ്യക്തിയെ കാത്തിരിക്കുന്നുണ്ടാവാം, നല്ലൊരു മാരേജിനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവാം, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു മാരേജ് ലൈഫും വേണമല്ലോ, ജീവിതത്തിൽ മാരേജ് ലൈഫും ആവശ്യമാണല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രതിഫലം ലഭിക്കാൻ പോവാണ്. നിങ്ങൾ നല്ലൊരു വീട് വെക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ്, നിങ്ങൾക്ക് നല്ലൊരു വീട് വരാൻ പോകുന്നുണ്ട്. അത് നിങ്ങളുടെ കഠിനാധ്വാനം. ഒരു വീടിന് വേണ്ടി നിങ്ങൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു വീട് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. സ്പിരിച്വൽ വർക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങളൊരു സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തിയായി മാറിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവവുമായി വളരെയധികം നിങ്ങൾ കണക്റ്റഡ് ആയി മാറുന്നതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികൾ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് വേണ്ടതെന്നും യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുക. നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടതൊക്കെ തരുമെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് സ്പിരിച്വലി പോകാനാണ്, സ്പിരിച്വൽ വർക്ക്, അതായത് മറ്റുള്ളവരെ ഹീല് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ലെവലിൽ പോകാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ കഴിയും എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ കരിയറിലായാലും ഏത് ലെവലിലായാലും നിങ്ങളുടെ ഫാമിലി, നിങ്ങൾക്കൊരു ലൈഫ് വേണമെങ്കിൽ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നേടിയെടുക്കാനുള്ള കഴിവുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാനുള്ള ഒരു മാജിക്കൽ പവർ നിങ്ങളിലുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതാണ് പവർ. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ നീഡ്സ് എന്താണോ, നിങ്ങളുടെ ആവശ്യം എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഇവിടെ പറയണം. ഫോക്കസ് ഓൺ യുവർ നീഡ്സ്. നിങ്ങളുടെ ആവശ്യം എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടാൻ സമയമായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ അധ്വാനഫലം ഒരു ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ.
അപ്പൊ നിങ്ങൾക്ക് ഫാസ്റ്റ് ചേഞ്ചസ് വരുന്നുണ്ട്, പെട്ടെന്ന് ചില ചേഞ്ചസ്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിൽ ഡോർ ഓപ്പൺ ആവാൻ പോകുന്നു. നിങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നു. നിങ്ങളോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. ഇൻവെസ്റ്റ് ചെയ്യാൻ, മണി നിങ്ങൾ ചിലവാക്കി തീർക്കാതെ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടെ പറയുന്നുണ്ട്. നിങ്ങൾ എത്ര ചിലവാക്കുന്നു അതിന്റെ ചെറിയൊരു അംശമെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, അത് സൂക്ഷിച്ചു വെക്കണം. നാളത്തേക്കാട്ട് സൂക്ഷിച്ചു വെക്കാൻ പറയുന്നുണ്ട്. സേവിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കുറച്ചെങ്കിലും സേവ് ചെയ്ത് വെക്കാൻ പറയുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ്സ് വേണം. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നിങ്ങൾക്ക് സേവ് ചെയ്യണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് വേണം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ വരും. നിങ്ങൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിദേശ യാത്ര കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാനും കഴിയും. നിങ്ങൾ വിദേശത്ത് പോകാനായിരിക്കും ഒരുപക്ഷെ ഹാർഡ് വർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ആ ഹാർഡ് വർക്കിന് റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് വിദേശത്ത് പോകാനായിട്ട് പഠിക്കാനാണെങ്കിൽ പഠിക്കാനും പഠിച്ച് ജോലി ലഭിക്കാനും അവിടെ സെറ്റിൽ ആവാനുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. വിദേശ യാത്ര കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ ഒരു എന്തിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നോ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് ആവാൻ പോകുന്നു. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്ന പണം ഉണ്ടാക്കാനല്ലേ. പണമാണ് എല്ലാവർക്കും വേണ്ട. പണമില്ലാതെ ഒന്നും നമുക്ക് നേടാൻ പറ്റില്ല. പണമുണ്ട് എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പണമാണ് ലൈഫിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്ന പണത്തിന് വേണ്ടിയിട്ടാണ്. വിദേശത്ത് പോകുന്നത് നാട്ടിലായാലും എല്ലാം പണത്തിന് വേണ്ടിയിട്ടാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഹാർഡ് വർക്കിന് റിസൾട്ട് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ റീഡിംഗ്. എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലായാലും ഏത് തരത്തിലുള്ള ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളൊരു ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ജോലി ലഭിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന ജോലിയിലേക്ക് ആദ്യം ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ആദ്യത്തെ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ജോലി ലഭിക്കും. അങ്ങനെ നിങ്ങൾ തുടർന്ന് പോയി നിങ്ങളുടെ ആ ഒരു സ്വപ്ന ജോബിലേക്ക് എത്താൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ. അങ്ങനെ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ആ ഒരു ഡ്രീം എന്താണ് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങൾ ഏത് കാര്യം നേടാൻ വേണ്ടിയിട്ടാണോ ആ ഒരു കാര്യങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നേടാൻ കഴിയട്ടെ. നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് കിട്ടാൻ സമയമായി. നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് നിങ്ങൾക്ക് ദൈവം റിസൾട്ട് തരട്ടെ. യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ബർത്ത്ഡേ ഗിഫ്റ്റ്, അതായത് ഇന്നത്തെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.